രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗ മുനമ്പിൽ നിർത്തിയ പാലക്കാട് പോരാട്ടത്തിന് പരിസമാപ്തിയെക്കുറിച്ച് നാളെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമായ ഇന്നും ആവേശത്തോടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായിരുന്നു. പത്രപരസ്യ വിവാദമാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയായത്. ആ പാലക്കാടൻ പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ നമുക്കൊപ്പം ചേരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ സ്ഥാനാർത്ഥി UDF-ൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യം UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നു. സരിൻ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയുമായി രംഗത്തെത്തുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥിയാകുന്നു. തൊട്ടു പിന്നാലെ BJP-യിലും സമാനമായി ആര് സ്ഥാനാർത്ഥിയാവണം എന്ന ചർച്ചയുണ്ടാകുന്നു. ഒടുവിൽ C. കൃഷ്ണകുമാർ എന്ന പേരിലേക്ക് എത്തുന്നു. പിന്നീട് ചിത്രം തെളിയുകയാണ്. അതിനിടയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നൊരു കാര്യത്തിലേക്ക് വരുന്നു. അവിടെയും പല ചർച്ചകളും ഉണ്ടാകുന്നു. അതിനുശേഷം അൻവറിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ഷമീർ സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഈ സ്ഥാനാർത്ഥിയുടെ ചിത്രം തെളിഞ്ഞതിന് പിന്നാലെ പിന്നീട് ആരോപണ പ്രത്യാരോപണങ്ങളുടെ ദിനങ്ങളായിരുന്നു. വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒടുവിൽ ട്രോളി വിവാദത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നു. അതായത് കള്ളപ്പണം എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ താമസിച്ച കോൺഗ്രസിൻ്റെ നേതാക്കൾ താമസിച്ച KPM ഹോട്ടലിലേക്ക് കള്ളപ്പണം എത്തി എന്നാരോപിച്ച് DYFIയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതാക്കൾ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് പോലീസിന് ഒന്നും കണ്ടെത്താനാവാത്ത സാഹചര്യം. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ വലിയ വലിയ വിഷയങ്ങൾ ഓരോ സമയവും ചർച്ചയായി. ഒടുവിൽ ഇരട്ട വോട്ടിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വലിയ രീതിയിൽ 40,000-ഓളം, അതായത് 20,000-ഓളം ആളുകൾക്ക് ഇവിടെ ഇരട്ട വോട്ടുണ്ട് എന്നൊരു ആരോപണം വരുന്നു. ഒടുവിൽ ഈ പട്ടിക തന്നെ പുനർക്രമീകരിച്ചിറക്കണം എന്നൊരാവശ്യം വരുന്നു. ഈ ഇരട്ട വോട്ടുള്ളവരെ ബൂത്തിൽ തടയും, അല്ലെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ചില ആരോപണങ്ങൾ വരുന്നു. ഒടുവിൽ ഏറ്റവും അവസാനം, അതായത് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് ഈ സരിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പരസ്യം വരുന്നത്. അതും വലിയ രീതിയിൽ വിവാദമാകുന്നു. കാരണം സുപ്രഭാതം ഉൾപ്പെടെയുള്ള പത്രത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അത് ഏത് രീതിയിൽ വരും, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് അത് ആര് നൽകി എന്ന ചോദ്യം മുന്നോട്ട് വരുന്നു. സന്ദീപ് വാര്യർക്കെതിരെയുള്ള പോസ്റ്റർ, അങ്ങനെ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കടന്നുപോയത്. ഒടുവിൽ ഈ വോട്ടെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും, ഈ കഴിഞ്ഞ വിവാദങ്ങളെല്ലാം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് കാണേണ്ടത്. ഓരോ സമയത്തും ഉണ്ടായ വിവാദങ്ങൾ അത് ഒരുപക്ഷെ വലിയ രീതിയിൽ 3 മുന്നണികളെയും സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ ട്രോളി വിവാദം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ട്രോളി വിവാദത്തിന് പിന്നാലെ യഥാർത്ഥത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് മാറുന്നു. തങ്ങളെ വേട്ടയാടപ്പെടുന്നു, കോൺഗ്രസ് നേതാവ് വേട്ടയാടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ എല്ലാവരും ഒന്നിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ BJP ഈ സന്ദീപ് വാര്യർ പോയതിന് തൊട്ടു പിന്നാലെ BJP-യിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ സജീവമാവുന്ന ഒരു സാഹചര്യം. LDF-ലാകട്ടെ സരിനെയും അതോടൊപ്പം തന്നെ സരിൻ്റെ ഭാര്യയെയും സൈബർ ബുള്ളിങ്ങിനൊക്കെ ഇരയാക്കിയതോടെ CPM നേതാക്കളൊക്കെ ഒന്നിക്കുകയും DYFI നേതാക്കളുടെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളുടെയും സസ്പെൻസുകളുടെയും സർപ്രൈസുകളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ് നമ്മൾ ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അത് നാളെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക്, പോളിംഗിലേക്ക് പോവുകയാണ്. നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു.